ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഡിക്ഷണറി. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ചില്ലി ഗോബിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു കോളിഫ്ലവർ, ഒരു കിലോ തൂക്കമുള്ള ഒരു കോളിഫ്ലവർ. അത് അത്യാവശ്യം മീഡിയം സൈസ് വലിപ്പത്തിൽ നമ്മൾ ചെറുതാക്കി നുറുക്കി എടുത്തിട്ട് അതിൽ കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ പൗഡർ വാങ്ങിക്കാൻ കിട്ടും, ഇഞ്ചിയുടെ പൗഡറാണ്, ജിഞ്ചർ പൗഡർ, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു കുറച്ച് അരിപ്പൊടിയും ചേർക്കണം. എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇങ്ങനെ മിശ്രിതാക്കി ഇതാക്കി വെച്ചേക്കാണ്. വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മിക്സിങ് ആക്കി വെച്ചേക്കുന്നത്. അതായത് കോളിഫ്ലവറിൽ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ പൗഡർ, കോൺഫ്ലവർ, അരിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിങ് ആക്കി വെച്ചിരിക്കുന്നു. ഇനി നമ്മൾക്ക് 1 കിലോ കോളിഫ്ലവറിന് നമ്മൾക്ക് ഒരു 3 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, ഇതെല്ലാം ചേർത്ത് കുഴച്ച് മിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ചില്ലി ഗോപിയുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 സവാള ക്യൂബ് സൈസിൽ അരിഞ്ഞത്, സ്ലൈസ് അല്ല ക്യൂബ് സൈസിൽ അരിഞ്ഞു വെച്ചത്, പിന്നെ ഒരു 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ സ്പ്രിംഗ് ഒനിയൻ, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, സ്പ്രിംഗ് ഒനിയൻ ചെറുതായി അരിഞ്ഞത്. പിന്നെ അതുപോലെ സോസ്, ഗോബി ചില്ലി ഐറ്റംസിന്, ചൈനീസ് ഐറ്റംസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സോസ്. ഞാനിവിടെ ടൊമാറ്റോ സോസും അതേപോലെ സോയാ സോസും, ഒരുപാട് സോസൊന്നും ചേർക്കാതിരിക്കുന്നത് നല്ലത്. ഞാൻ ഇവിടെ ടൊമാറ്റോ സോസും സോയാ സോസും എടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം, കുറച്ച് പഞ്ചസാര വേണം. പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ സ്റ്റോക്ക്, ഗോബി ആയതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ സ്റ്റോക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാപ്സിക്കം, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, ഒരു 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ക്യാബേജ്, ഇതെല്ലാം കൂടി അരിഞ്ഞിട്ടിട്ട് വെള്ളമൊഴിച്ച് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ അത് 1/2 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കണം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിച്ച് എടുത്തിരിക്കുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചില്ലി ഗോബി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമ്മൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഗോബി ആദ്യം നമുക്ക് വറുത്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ചില്ലി ഗോബി ഉണ്ടാക്കുന്നത്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പ്യുവർ സൺഫ്ലവർ ഓയിലാണ് നല്ലത്, അല്ലാതെ നാട്ടിലത്തെ പാം ഓയിൽ പറ്റില്ല. സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കോക്കനട്ട് ഓയിൽ എപ്പോഴും സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾക്ക് ചില്ലി ഐറ്റംസ്, ചൈനീസ് ഐറ്റംസ് എല്ലാം തന്നെ, ഫ്രൈഡ് റൈസ് ആണെങ്കിലും ചില്ലി ഗോബി ആണെങ്കിലും ചില്ലി ചിക്കൻ എന്താണെങ്കിലും അത് സൺഫ്ലവർ ഓയിലാണ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോബി അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഗോബി നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഇതിനുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. ഇപ്പൊ നമ്മുടെ ഗോബി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടിയൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും. കുറച്ചുകൂടിയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തനിയെ വേണമെങ്കിലും ചോറിനൊരു ഉപ്പേരി പോലെയൊക്കെ തനിയെ കഴിക്കാവുന്നതാണ്. ഡ്രൈ ചില്ലി ഗോബി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കത് മാറ്റി വെച്ചിട്ട് ഗ്രേവി തയ്യാറാക്കാം. നമുക്ക് ആദ്യം തന്നെ എണ്ണയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം.
നോർമൽ നമ്മൾ ഒരു ഗോപിക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി ഒക്കെ വെക്കുന്നത് പോലെ സവാള വഴറ്റുമ്പോൾ അത്രയൊന്നും വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. അത് ചില്ലി ഗോബി ആയതുകൊണ്ട് നമുക്കറിയാം സവാള ഏകദേശം ഒരു കടിക്കണ പരുവത്തിലാണ് കിടക്കേണ്ടത്. അപ്പോൾ സവാള ഇപ്പോൾ ഏകദേശമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സെലറി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കുറച്ച് നമുക്കിവിടെ മാറ്റി വയ്ക്കാം കറിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ട്. ഒന്ന് പച്ചയ്ക്ക് കടിക്കാൻ എടുക്കുന്നത് നല്ലതാണ്. കുറച്ച് 2-3 എണ്ണം, കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആദ്യം ചേർക്കാം. വല്ലാണ്ട് എരിവ് അധികം വേണ്ടാത്തവർക്ക് അധികം വേണ്ട. നമ്മൾ സ്റ്റോക്കൊക്കെ തയ്യാറാക്കിയപ്പോൾ അതിലും കുറച്ചിട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി കുറച്ച് മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, അതായത് ഗോപിക്കുള്ള ഉപ്പ് ഗോബി ഫ്രൈ ചെയ്തപ്പോൾ അതിലുണ്ട്, സ്റ്റോക്കിലും ഉണ്ട് ഉപ്പ്. നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ. പിന്നെ ഇതിലേക്ക് നമുക്ക് സോസുകൾ ആഡ് ചെയ്യാം. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു ടീസ്പൂൺ സോയ സോസ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. സോസുകളൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം ചില്ലി ഗോപിക്കുള്ള സോസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോബി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഗോബി ഒന്ന് ഇതിലിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റോക്കിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, പിന്നെ കുരുമുളക്, ഉപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇത് ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 1 ഗ്ലാസ്സാക്കി വറ്റിച്ചെടുത്തിരിക്കുന്നതാണ്. ഈ സോസിൽ അതങ്ങനെ ഞാൻ അരിച്ചെടുത്തേക്കാണ്. ഈ സോസിൽ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി ഇട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചില്ലി ഗോബി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലതായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഇത്തിരി ഗ്രേവി ടൈപ്പായിട്ടാണ്, ഒരു അത്യാവശ്യം ഗ്രേവിയുള്ള ടൈപ്പായിട്ടാണ് എടുത്തേക്കണം. നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു സെമി ഗ്രേവിയാണ്, വല്ലാണ്ട് ഗ്രേവിയും ആയിട്ടില്ല തിക്കും ആയിട്ടില്ല. സെമി ഗ്രേവി ടൈപ്പിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ചൈനീസ് ഡിഷായ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതാണ്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കാം. താങ്ക് യു.